ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ മെയ് മാസത്തിലെ അതികഠിനമായ ചൂടിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉഷ്ണത്തിന്റെ സമയത്തും ദൈവം നമ്മളെ നമുക്കോരോരുത്തർക്കും സുഖമായ നിദ്രയെ തന്ന് ഓരോ പ്രഭാതത്തെയും കാണുവാൻ ഇടയാക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ ഇടയാക്കേണ്ടതിന് നമ്മളെ തന്നെ പ്രാർത്ഥനയിൽ ഒരുക്കാം. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ നമുക്ക് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇന്ന് എന്താണ് മോർണിംഗ് മന്നയായി നമുക്ക് നൽകാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൂർണ്ണതയിലേക്ക് വളരുന്നു എന്ന വിഷയമാണ്. പൂർണ്ണതയിലേക്ക് വളരുന്നു എന്ന വിഷയം. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 13-14 വാക്യം. അതിങ്ങനെ വായിക്കുന്നു: പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം വായിക്കുകയാണ്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ശിശുവായിരിക്കാതെ വളർച്ചയിൽ പൂർണ്ണതയിലേക്ക് വളരണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ശിശുക്കൾക്ക് ഏറ്റവും അത്യാവശ്യം ആദ്യം കൊടുക്കുന്നത് പാലാണ്. എന്നാൽ പിന്നീട് അവർക്ക് എന്താണ്, ഈ ശിശുക്കൾക്ക് കട്ടിയുള്ള ആഹാരം എന്ന് വെച്ചാൽ അതിന് കുറേശ്ശെ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്നതിന് ശിശുഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിട്ടുണ്ട്. ശിശുഭക്ഷണം പലപ്പോഴും എന്താണ്, നമ്മൾ റൊട്ടിയോ ഒക്കെ പാലിലോ വെള്ളത്തിലോ ഒക്കെ കുതിർത്ത് കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് മുതലേ. അത് മനുഷ്യനുള്ള കാലത്തോളം നിലവിലുണ്ടത്. പലതരത്തിലുള്ളതായ വിത്തുകൾ അഥവാ ശിശു ഭക്ഷണങ്ങൾ തയ്യാറാക്കി മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം ലോകത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യകാലത്തൊക്കെ ധാന്യങ്ങളുടേതായിരുന്നെങ്കിൽ പിന്നീട് പച്ചക്കറിയുടേതും മാംസത്തിന്റെ ഒക്കെ സൂപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ മനുഷ്യൻ വാങ്ങി ശിശുക്കളുടെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകുന്നതിന് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതുപോലെ നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിലും കുട്ടിക്കാലത്തെ മൃദുവായ ആത്മീയ ഭക്ഷണത്തിനപ്പുറം നാം ശീലിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ 1-2 വാക്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്കവണ്ണം അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ സ്വഭാവങ്ങളെ പരിപൂർണമാക്കുന്നതിന്റെയും സ്വർഗത്തിൽ നമ്മുടെ ഭാവിക്കായി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ആഴത്തിലുള്ള പാഠങ്ങൾ ഗ്രഹിക്കുക. ഇത് അത്യാവശ്യമാണ്. വിശുദ്ധ സ്വഭാവങ്ങൾ വികസിപ്പിക്കുക. ഇതൊക്കെ ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളെ പരിപൂർണമാക്കുന്നതിന് ആവശ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകുമെന്നാണ്. അപ്പോ നമ്മൾ അതിന്റെ ആത്മീയ പാഠങ്ങൾ അതിന്റെ ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? പലവിധമായ ദുരുപദേശങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ ഇടറിപ്പോകുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ ഓരോ വചനഭാഗവും കൃത്യമായി അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കുവാൻ ആഴത്തിൽ പഠിക്കണമെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. തീർച്ചയായും
നമ്മിൽ ആർക്കും ഇത്തരത്തിലുള്ള ആത്മീയ പക്വത ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്ന ഭാഗം ഒരു പ്രാവശ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾക്ക് സ്വയമായിട്ട് അത് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. നമുക്കങ്ങനെ നമ്മുടെ ഒരു ആത്മീയ പക്വത സ്വയമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അനുദിനം ജീവിക്കുമ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ക്രിസ്തുവിന് മാത്രമേ നമ്മളെ പൂർണ്ണ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവത്തിന് വഴങ്ങാനും പ്രലോഭനങ്ങളെ ചെറുക്കാനും പഠിക്കുന്ന വിശുദ്ധീകരണ പ്രക്രിയ അതൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പോകേണ്ടതുണ്ട്. എന്നാൽ അവൻ നമ്മെ അങ്ങനെ പോകുമെങ്കിൽ അവൻ നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ലഭ്യമാണ്. ഇന്ന് അവൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വലോകത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഒരധ്യായമേ ഉള്ളൂ. യൂദ 24 എന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പോൾ എന്താണ് ആ വാക്യം പറയുന്നത്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആത്മീകമായി വളർന്ന് ഫലപ്രാപ്തിയുള്ളവരായി തീരുവാൻ, പൂർണ്ണ വളർച്ചയിലെത്തുവാൻ നമ്മളായിട്ട് അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. നമ്മൾ താഴ്മയുള്ളവരായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമെങ്കിൽ, ദൈവം നമ്മളിൽ വസിക്കുമെങ്കിൽ അവൻ നമ്മളെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഇത് നമ്മൾ പ്രായോഗികത്തിൽ വരുത്തിയോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഓരോ ദിവസവും ഇന്ന് ഞാൻ ഏത് കട്ടിയുള്ള ആഹാരമാണ് കഴിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വചനഭാഗത്തിന്റെയും അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ജന്മദിനം ഉള്ളവരെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം. ആ ജന്മദിനം ഉള്ളവരുടെ പേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുമ്പനാട് സഭയിൽ നിന്നും ആൻസി എസ് രവീന്ദ്രന്റെ ജന്മദിനമാണ്. അതുപോലെ വെട്ടിപ്പുറം സഭയിലെ ജസ്റ്റിൻ ജെയിംസിന്റെ ജന്മദിനമാണ്. ഇരവിപ്പേരൂരിലെ ബ്രദർ ജയന്റെ ജന്മദിനമാണ്. അടൂർ സഭയിലെ സുഗു എബ്രഹാമിന്റെ ജന്മദിനമാണ്. മാവേലിക്കര സഭയിൽ നിന്നും മേരി ടൈറ്റസിന്റെ ജന്മദിനമാണ്. താമരക്കുളം സഭയിൽ നിന്നും സുധ ബാനുവിന്റെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ജന്മദിന ആശംസകൾ നേരുന്നു. ഒരു പുതിയ വർഷം കൂടി അവരുടെ ജീവിതത്തിൽ ആയുസ് ദൈവം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഈ ആയുഷ്യത്തിലും ഈ വർഷത്തിലും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും പ്രാപിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിന്റെ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇതൊന്നും കർത്താവേ ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിന്റെ, കരുതലിന്റെ, കൃപയുടെ ഒക്കെ തെളിവാണ്. ആ ബലമുള്ള കരുതലിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഇതാ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവെ, പൂർണ്ണ വളർച്ചയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തു ഞങ്ങൾ വസിച്ചാൽ മാത്രമാണ് അത് സാധ്യമാകുന്നതെന്ന് അവിടുന്ന് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ താഴ്മയുള്ളവരായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ തീരാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും പൂർണ്ണ വളർച്ചയിലേക്ക് അവരെ നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞു. ആ പേരുകൾ പറയപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവം അവരെ തുടർന്നും അനുഗ്രഹിക്കണമേ. ദൈവം അവർക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മളാണ് ഞങ്ങളെ നിറയ്ക്കണം. അന്ത്യത്തോളം അടികളെ കാത്തു പരിപാലിക്കണം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക ചിന്തയോടെ നടക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.